മാതാപിതാക്കൾക്കും അധ്യാപകർക്കുമൊക്കെ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഒളിച്ചോട്ടം, ആത്മഹത്യ, ആക്രമണവാസന, ലൈംഗിക ചൂഷണം, ലഹരിയുടെ അമിത ഉപയോഗം എന്നിങ്ങനെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും നമ്മൾ മനസ്സിലാക്കി വരികയാണ്. തന്നെയുമല്ല, ഇത് ഭയാനകമായും വിധം അനുദിനം വർദ്ധിച്ചുകൊണ്ടുമാണ് ഇരിക്കുന്നത്. നല്ല അധ്യാപകരില്ലാത്ത ഒരു കാലത്താണ് നാം ജീവിക്കുന്നതെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. നല്ല അധ്യാപകരുടെ സാന്നിധ്യം ഏറെയുള്ള ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നാം ജീവിക്കുന്നത്. എന്നാൽ സ്കൂളുമായി ബന്ധപ്പെട്ട എന്ത് ഇഷ്യൂസ് വന്നാലും അതെല്ലാം അധ്യാപകരുടെ കുറ്റമാണെന്ന് വരുത്തി തീർക്കുന്നിടത്താണ് പ്രശ്നങ്ങൾ വഷളാകുന്നത്. ചെയ്യാത്ത കുറ്റങ്ങൾക്ക് കുരുക്കിൽപ്പെടുന്ന അധ്യാപകർക്ക് അവരുടെ ആത്മാർത്ഥത നഷ്ടപ്പെടുകയും സൈലൻ്റായി തുടരുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുകയും ചെയ്യാറുണ്ട്. അധ്യാപകരും മാതാപിതാക്കളും സമൂഹവുമെല്ലാം ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു നല്ല മനുഷ്യനായിട്ട് ഒരു കുട്ടിയെ നമുക്ക് വളർത്താനുള്ള അനുകൂല സാഹചര്യം ഉണ്ടാകുന്നത്. കുട്ടികളുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗൈഡൻസ് കൊടുക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നല്ലൊരു പേരൻറ്റിങ്ങിൻ്റെ അഭാവം എന്നാണ്. പേരൻസിൻ്റെ ജോലി തിരക്കുകളാകാം, അവരുടെ ജീവിത സാഹചര്യങ്ങളാകാം, എന്തു തന്നെയായാലും അതെല്ലാം കുട്ടികളെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ഒരേ മാതാപിതാക്കൾ വളർത്തുന്ന എല്ലാ കുട്ടികളും എന്തുകൊണ്ട് ഒരുപോലെ ആകാത്തത്? ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്. അതായത് ജന്മന അവർക്ക് ലഭിക്കുന്ന ചില വിശേഷതകളും കൂടി ചേർന്നിട്ടാണ് ഒരു വ്യക്തി മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാകുന്നത്. ഒരാൾക്ക് മറ്റുള്ളവരെ പോലെ ആകാനാവില്ല. ഒരു വീട്ടിൽ തന്നെ കഴിവ് കൂടിയവരും കഴിവ് കുറഞ്ഞവരും ഒക്കെ ഉണ്ടാവും. മാതാപിതാക്കളുടെ അമിത പ്രതീക്ഷകൾ അവരെ മാനസിക സംഘർഷത്തിലാക്കുകയാണ് ചെയ്യാറുള്ളത്. സമൂഹത്തിന് മുമ്പിൽ പൊങ്ങച്ചം കാണിക്കാനുള്ള ഒരു സാധന സാമഗ്രിയല്ല നമ്മുടെ മക്കൾ. തെങ്ങിൽ നിന്ന് ചക്കയും മാങ്ങയും തേങ്ങയും എല്ലാം കൂടി കിട്ടണമെന്ന് നമ്മൾ വാശി പിടിക്കരുത്. ഓരോരുത്തരും അവരവരുടെ കഴിവുകൾ മാക്സിമം ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത്. എന്തൊക്കെ ഭൗതിക നേട്ടങ്ങൾ ഉണ്ടായാലും സമൂഹത്തിന് കൊള്ളിയല്ലാത്ത മക്കളാണുള്ളതെങ്കിൽ മനസ്സമാധാനത്തോടെ ഉറങ്ങാനാവുമോ? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു ചെടിയെയും നമ്മൾ വളർത്താറില്ല. ചെടികൾ വളരുന്നതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് വെള്ളവും വളവും സൂര്യപ്രകാശവും പാകത്തിന് കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കുന്നത് ആ ചെടിയിൽ നിന്ന് നല്ല ഫലങ്ങൾ കിട്ടാൻ വേണ്ടിയല്ലേ? ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ വളർച്ച അമ്മയുടെ ഉദരത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. 7-8 വയസ്സാവുമ്പോഴേക്കും ആ കുട്ടിയുടെ അടിസ്ഥാന സ്വഭാവത്തിൽ രൂപീകരണം നടന്നിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ കുഞ്ഞു വളരുന്ന സാഹചര്യങ്ങളും രക്ഷിതാക്കളും എല്ലാം വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് അവർ സ്കൂളിലേക്ക് എത്തുന്നത്. എൻ്റെ കുഞ്ഞിനെ യാതൊരു ബുദ്ധിമുട്ടും അറിയിക്കാതെയാണ് ഞാൻ വളർത്തുന്നതെന്ന് അഭിമാനത്തോടെ പറയുന്ന മാതാപിതാക്കളുണ്ട്. പക്ഷേ അവരെ യാതൊരു ബുദ്ധിമുട്ടും അറിയിക്കാതെ വളർത്തി കഴിഞ്ഞാൽ അവർ മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ എത്തുമ്പോൾ മനക്കരുത്തില്ലാത്തവരായി തീരില്ലേ? അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ക്ലാസ്സിൽ പഠനഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാനസിക സംഘർഷം, ഏതെങ്കിലും കളിയിലോ സംഘടനയിലോ ചേർത്തില്ലെങ്കിൽ ഡിപ്രഷൻ, ടെൻഷൻ, ഇങ്ങനെ എല്ലാം ലേബലിംഗ് ആണ്. ഇങ്ങനെ ലേബലിംഗ് ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പ്രതിസന്ധിയിൽ അകപ്പെടുന്ന ഒരു കുട്ടിയുടെ അവസാന വാക്ക് ആത്മഹത്യ ചെയ്യുന്നത് തന്നെയായിരിക്കും. തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് കേട്ടിട്ടില്ലേ? ഓരോ പ്രായത്തിനും തക്കതായിട്ടുള്ള പ്രശ്നങ്ങൾ കുട്ടികൾ അഭിമുഖീകരിക്കുമ്പോൾ അവരെ ചേർത്ത് നിർത്തി അത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കണം. കാര്യമറിയാതെ കുട്ടികളെ അമിതമായി സപ്പോർട്ട് ചെയ്യുന്നതും സ്കൂൾ സിസ്റ്റത്തിനെ കുറ്റം പറയുന്നതൊക്കെ വളരെ അപകടം പിടിച്ച കാര്യങ്ങളാണ്. മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റം ആവശ്യമാണ്, പരിശീലനം ആവശ്യമാണ്. അതായത് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ വളരുമ്പോൾ വിവിധ തലങ്ങളിലൂടെ വളരേണ്ടതായിട്ടുണ്ട്. ശാരീരികം, മാനസികം, ബൗദ്ധികം, ആത്മീയം, സാമൂഹികം, ഈ തലങ്ങളിലെല്ലാം പ്രായത്തിന് തക്കതായിട്ടുള്ള വളർച്ച ഒരുപോലെ ഉണ്ടാവണം. ഇതിലേതെങ്കിലും ഒരു തലത്തിൽ മാത്രമായിട്ടാണ് വളർച്ച ഇല്ലാത്തതെങ്കിലും അത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈ പ്രശ്നങ്ങൾ കുട്ടിക്ക് മാത്രമല്ല, അത് സാമൂഹികമായ പ്രശ്നമായിട്ട് വളരുകയും ചെയ്യും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടിക്ക് ശാരീരികമായിട്ടുള്ള നല്ല പോലെ വളർച്ചയുണ്ട്, പ്രായത്തിന് തക്കതായിട്ടുള്ള വളർച്ചയുണ്ട്. പക്ഷേ മാനസികമായിട്ടുള്ള വേണ്ടത്ര വളർച്ചയില്ല എന്ന് വിചാരിക്കുക. നമ്മൾ തന്നെ പറയുന്നൊരു ഭാഷയില്ലേ, അതുപോലെ വളർന്നല്ലോ എന്നിട്ടും കുട്ടികളുടെ സ്വഭാവമാണല്ലോ എന്ന്. ശരിയല്ലേ? രണ്ടാമതായിട്ടൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ,
ബുദ്ധിക്ക് നല്ല വളർച്ചയുണ്ട്, ബുദ്ധിമാനാണ്. പക്ഷേ ശാരീരികമായിട്ടും മാനസികമായിട്ടും വേണ്ടത്ര വളർച്ചയില്ലെങ്കിൽ അതും നമ്മൾ പ്രശ്നമായിട്ട് കരുതും. മൂന്നാമതായിട്ടൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സുന്ദരനാണ്, ബുദ്ധിമാനാണ്, പക്ഷേ ധാർമ്മികമായിട്ട് യാതൊരു വളർച്ചയും ഇല്ലെങ്കിൽ നമുക്ക് യാതൊരു മതിപ്പുണ്ടാവില്ല. അതുപോലെ തന്നെയാണ് സുന്ദരനും ബുദ്ധിമാനും ആത്മീയതയുമുള്ള സാമൂഹികവുമായിട്ട് വളർച്ചയുമുള്ള ഒരു വ്യക്തിയാണ് എങ്കിലും മാനസിക കഴിവുകളായിട്ടുള്ള വൈകാരിക പക്വത അല്ലെങ്കിൽ EQ അവനില്ല എങ്കിൽ ജീവിതത്തിൽ വിജയം ഉണ്ടാവില്ല. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 തരത്തിലും ഒരു പ്രായത്തിന് തക്കതായ വളർച്ച ഒരു കുട്ടിക്ക് കിട്ടേണ്ടത് അത്യാവശ്യമാണ്. ഈ കാലഘട്ടത്തിലെ കുട്ടികൾ പഠനത്തിൽ വളരെയധികം മികവ് കാണിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ധാരാളം ഫുൾ A+കൾ കിട്ടുന്നുണ്ട്. മാനസിക കഴിവുകളായ ഇമോഷണൽ മച്യൂരിറ്റി, ഡിസിഷൻ മേക്കിംഗ് സ്കിൽ, പ്രോബ്ലം സോൾവിങ് സ്കിൽ, ഇതൊക്കെ ജീവിക്കാൻ ആവശ്യമായ ജീവിത നൈപുണ്യങ്ങളാണ്. ഇവയൊക്കെ നമുക്ക് പരിശീലനം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെയാണ് ചില കുട്ടികൾക്ക് കൗൺസിലിംഗ് അഥവാ ഗൈഡൻസ് മാത്രം പോരാ, അവർക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് തേടേണ്ടതായിട്ട് വരും. പക്ഷേ ഇത് മാതാപിതാക്കളെ നമ്മൾ അറിയിക്കുമ്പോൾ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. എൻ്റെ കുട്ടി, എൻ്റെ കുട്ടിയുടെ ഭാവി, അതിന് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് മാത്രമായിരിക്കണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സൊസൈറ്റി സ്റ്റാറ്റസ് എന്ന പൊങ്ങച്ചം മാറ്റിവെച്ച് അധ്യാപകരുമായിട്ട് ചേർന്ന് പോവുകയാണെങ്കിൽ പല കാര്യങ്ങൾക്കും വളരെ ഈസി ആയിട്ട് പരിഹാരം കാണാനായിട്ട് സാധിക്കും. ഒരു നാണയത്തിൻ്റെ 2 സൈഡ് പോലെയാണ് അധ്യാപകരും മാതാപിതാക്കളും. പരസ്പരം കുറ്റപ്പെടുത്താതെ ചേർന്ന് പോകണം. പ്രൈമറി തലത്തിൽ ഇതൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ ടീനേജറൊക്കെ ആകുമ്പോഴേക്കും കതിരേൽ കൊണ്ട് വളം വയ്ക്കുന്ന അവസ്ഥയായിട്ട് മാറും. ഒരു രക്ഷിതാവും പെർഫെക്റ്റ് അല്ല. എല്ലാം പഠിച്ചതിന് ശേഷവും എല്ലാവരും കുഞ്ഞുങ്ങളെ വളർത്താൻ ആരംഭിക്കുന്നത്. പക്ഷേ ഏത് പ്രോഡക്റ്റിനും കേടുപാടുകൾ പറ്റുമ്പോൾ അത് ആദ്യം സമീപിക്കുന്നത് കമ്പനിയെ തന്നെയല്ലേ. കുറേ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ആയിട്ട് മാതാപിതാക്കൾ മാറാതിരിക്കുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഒരു നല്ല പേരൻറ്റിങ്ങിൻ്റെ ആവശ്യകത ഉണ്ട് എന്ന് പറയാൻ കാരണം. കാലം മാറുന്നതനുസരിച്ച് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സമൂഹത്തിനുമെല്ലാം അവയർനെസ്സും ട്രെയിനിങ്ങും ഒക്കെ ആവശ്യമാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് എത്ര പേർക്ക് പറയാനായിട്ട് സാധിക്കും? അതുമല്ലെങ്കിൽ എന്നെ കണ്ടുപിടിക്കുക എന്ന് പറയാൻ എത്ര മാതാപിതാക്കൾക്ക് കഴിയും? ആധുനിക കാലഘട്ടത്തിലെ കുട്ടികൾ ഡിജിറ്റൽ ഇൻമേറ്റ്സ് ആണ്. ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനാണ് അവരുടെ പ്രത്യേകത. അവരെന്താഗ്രഹിക്കുന്ന ഉടനടി അവർക്ക് ലഭിക്കണം. വെയിറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കില്ല. ഈ പ്രത്യേകതകളൊക്കെ മാതാപിതാക്കൾ തിരിച്ചറിയണം. അതുകൊണ്ട് കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് നല്ല മാതാപിതാക്കൾ ആകാനുള്ള പരിശീലനം വളരെയധികം ആവശ്യമാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് പേരൻറ്റിങ്, അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പരിശ്രമിച്ചത്. ഇനി എങ്ങനെ നല്ലൊരു പേരൻറ്റിങ് സാധ്യമാകും, അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം.